നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ചൂടുള്ള ചർച്ച മറ്റൊന്നുമല്ല ബി.ജെ.പിക്ക് ആരുമായി ബന്ധം എന്നതാണ്. ബി.ജെ.പിക്ക് ഭരണപക്ഷവുമായി ബന്ധമെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ആ ആരോപണങ്ങളെല്ലാം ബൂമറാങ് പോലെ തിരികെ പ്രതിപക്ഷത്തേക്ക് തന്നെ എത്തുകയാണ്. ബി.ജെ.പിക്ക് കോൺഗ്രസുമായാണ് ബന്ധമെന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. CPM ബി.ജെ.പി ബന്ധത്തെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് വാതോരാതെ സംസാരിക്കുന്നത്. ചരിത്രവും വർത്തമാനവും പറഞ്ഞാണ് കോൺഗ്രസിന് ബി.ജെ.പിയുമായുള്ള ബന്ധം CPM പറയുന്നത്. അന്നേരമാണ് പുതിയ ഒരു വാർത്ത പുറത്തെത്തിയത്. അത് കോൺഗ്രസിലെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചാണ്. അതായത് വെറും കൊഴിഞ്ഞുപോക്ക് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമാണ് ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ദേശീയ മാധ്യമമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത വ്യാജമെന്ന് കരുതി എഴുതിത്തള്ളാൻ വരട്ടെ. നിരവധി തവണ MP ആയി മത്സരിച്ച് ഇപ്പോൾ MP ആയി തുടരുന്ന നേതാവാണ് ബി.ജെ.പിയിലേക്ക് പോകാൻ ചർച്ച നടത്തി എന്നതാണ് പുതിയ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഡൽഹി കേന്ദ്രീകരിച്ചാണ് ചർച്ച നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാനാണ് അദ്ദേഹത്തോട് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബി.ജെ.പി നേതാക്കൾ അങ്ങോട്ട് പോയി സംസാരിച്ചല്ല, അദ്ദേഹമായി ഇങ്ങോട്ട് വന്ന് പാർട്ടിയോട് സംസാരിക്കുകയായിരുന്നു. നിലവിലെ MP ആയ കോൺഗ്രസ് നേതാവ് ആരായിരിക്കും? കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞുവെന്നും സാധാരണ ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ എല്ലാവരും കരുതിയിരിക്കുന്നത് സുധാകരൻ ആയിരിക്കും എന്നാണ്. എന്നാൽ ആ പ്രതീക്ഷയും അവിടെ തെറ്റിയിരിക്കുകയാണ്. 4 തവണ മത്സരിച്ച MP ആയ നേതാവാണ് നേതാക്കളെ സമീപിച്ചത്. ക്യാബിനറ്റ് റാങ്കാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ആരാകും ആ നേതാവ് ഉടൻ തന്നെ അറിയാം.